ഇന്നിപ്പോൾ ഉണ്ണിപ്പിണ്ടി പിന്നെ വെള്ളപ്പയറും കൂടിയിട്ട് ഉപ്പേരി വെക്കാനാണ് ഞങ്ങൾ പോകുന്നത്. അത് നുറുക്കി വെച്ചു. ഇനി ചെറുതാക്കിയിട്ട് ആദ്യം നുറുക്കണം. ഇങ്ങനെ നുറുക്കുമ്പോൾ നമുക്കതിൻ്റെ നാരിങ്ങനെ കൈമിൽ ചുറ്റും ഇങ്ങനെ കിട്ടാം. ഇങ്ങനെ എടുക്കുക, പിന്നെ നുറുക്കുക, അങ്ങനെ. അപ്പോൾ നമുക്ക് നാര് ചുറ്റുമ്പോൾ അധികം നാര് വിടില്ല അതിൽ. പിന്നെ മുള്ളൊക്കെ വേണ്ട, നൂല് അതിൻ്റെ നാരധികം ചുറ്റെടുക്കാൻ. ഇതിപ്പോൾ നമ്മുടെ കയ്യുമ്പിൽ തന്നെ കുറേ പോരും ഇങ്ങനെ. അപ്പോൾ നുറുക്കലൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നുറുക്കണം. ആദ്യം നമ്മൾ ഇല്ലിമുള്ളുകൊണ്ടല്ലേ, ഇല്ലിമുള്ള് കെട്ടിയിട്ട് അതിൻ്റെ ആ മുള്ളുള്ള ഭാഗം കൊണ്ടാണ് ഇതിങ്ങനെ ഇതിൻ്റെ നാര് ചുറ്റിയെടുക്കുക. അപ്പോൾ ഇതിലത്തെ നാരൊക്കെ അധികമുള്ള നാരൊക്കെ പോകും. ഉണ്ണിപ്പിണ്ടിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പല ഔഷധ ഗുണങ്ങളും ഉണ്ട്. കിഡ്നിയിലെ കല്ല് ഇത് കഴിക്കുകയെന്ന് വെച്ചാൽ വളരെ വ്യത്യാസപ്പെടും. പിന്നെ ആദ്യമൊക്കെ ഇല്ലിമുള്ളുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഈ നാരിട്ടുള്ള സാധനം അവിടെ 4 ഭാഗത്തേക്ക് ഇങ്ങനെ അതിൻ്റെ കമ്പ് തിരിച്ചു വെച്ച് കെട്ടിയിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് നല്ല നാര് നാരെടുത്തായിരുന്നു ചുറ്റിട്ട്. ഇപ്പോൾ ഇല്ലിമുളൊന്നും കിട്ടാൻ പെട്ടത് വെയിൽ ഇത് മുറുക്കിയാൽ വെയിലിൻ്റെ അവിടേക്ക് ഓടുക. അവിടുന്ന് 4 ഇല്ലി ഇങ്ങനെ പൊടിച്ച് ഇതേപോലെ കെട്ടി അങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ അതൊന്നും ഇപ്പോൾ കിട്ടാൻ. ഇപ്പം ഞാനിത് വടിയുടെ മുകളിൽ ഇങ്ങനെ 4 ഇത് അങ്ങനെ ഉണ്ടാക്കിയേക്കാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചുറ്റണം. കയ്യുമ്പിൽ ചുറ്റിയപ്പോൾ തന്നെ കുറേ പോന്നു. പിന്നെ ബാക്കിയുള്ളത് ഇങ്ങനെ ചുറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അഥവാ കുറച്ചൊക്കെ കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ ദേഹത്തിന് നല്ലതല്ലേ, കുഴപ്പമില്ല. ആ നാര് പെട്ടാലും അങ്ങനെയാണ്. ആദ്യമൊക്കെ ഞങ്ങളുടെ പറമ്പിൽ നിറയെ മുളയുണ്ടായിരുന്നു. പണിക്കാരൊക്കെ ഇങ്ങനെ മുളം പണിക്കൊക്കെ മുള കൊടുത്തതൊക്കെ കട്ടിയിട്ട് പോയി. ഇപ്പോൾ മുളയൊന്നും ഇല്ലാതെയായി. നമ്മൾ ഒഴിച്ചു. ഈ പയറ് ചമ്പക്കനെ തരണം വെച്ചിട്ടുണ്ടായിരുന്നു. ഒഴിച്ചിരുന്നു ചെറുപ്പത്തിൽ. ഞങ്ങളുടെ അടുപ്പിലാണ് നടന്നു. പയറ് നല്ലോണം വേവട്ടെ. അപ്പോഴേക്കും ഉണ്ണിപ്പിൻ്റെ പേര് ശരിയാവും. നമ്മളിപ്പോൾ ഉണ്ണിപ്പിണ്ടിയും വെള്ളപ്പയറും ഉപ്പേരി മെഴുക്ക് പുരട്ടി എന്ത് വേണമെങ്കിൽ പറയാം. അപ്പം അതിന് വേണ്ടിയിട്ട് വെള്ളപ്പയർ കുതിർത്തിയത് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. അടുപ്പിലായതുകൊണ്ട് നല്ല ചൂടുണ്ട്, പെട്ടെന്ന് വെള്ളം വറ്റും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇതാണ്. മഞ്ഞൾപ്പൊടിയല്ല, മഞ്ഞൾപ്പൊടിയാണ്. നമ്മുടെ വീട്ടിലെ മഞ്ഞൾ ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി എന്ന് തന്നെ പറയണം. കുറച്ച് മുളക് പൊടി. അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഇട്ട് നമ്മൾ പയർ വേവിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെക്കാം. ഉപ്പ് ചേർക്കുന്നതിൽ ഇത്ര മതി. കല്ലുപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ അത് മതി. പോരെങ്കിൽ നമുക്ക് കുറച്ച് ഉടുപ്പ് ആഡ് ചെയ്യാം. അധികം ഉപ്പ് വേണ്ട. ഇത് ഇരുന്ന് വേവട്ടെ. ഉപ്പൊക്കെ ഇട്ടുണ്ട്. ഇത് നല്ലോണം വേവട്ടെ. ഉണ്ണിപ്പിണ്ടിക്ക് ഉണ്ട് കുറച്ച് വേവുണ്ട്. വേവില്ല. ഉണ്ണിപ്പിണ്ടിരിക്കും പയറിലേക്കൊക്കെ പിടിക്കട്ടെ. ഇത് കഷ്ണമൊക്കെ വെന്തു. ഇനി വറുത്തിടാൻ നോക്കാം. ഞങ്ങളതിൽ കടുകിട്ടു. കടുക് പൊട്ടി. കറിവേപ്പില, ഉള്ളി, ചെറിയ ഉള്ളി. ഇനി അത്
ഇളക്കുക അതിന് കഷ്ണമായി മൂപ്പ് ഉള്ളി കഷ്ണത്ത് ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഇങ്ങനെ മൂത്ത മണം. അതിപ്പോൾ നമുക്ക് ഇനി ഇത് കാപ്പിക്ക് വേണമെങ്കിൽ കാപ്പിക്ക് നമുക്ക് ഉപയോഗിക്കാം, ഊണ് കഴിക്കുമ്പോഴും ഉപയോഗിക്കാം, വെറുതെ ടൈം പാസിന് ഇങ്ങനെ തിന്നുകൂടി കൊടുക്കാറുണ്ട്. ഇത് കഴിച്ചാൽ ആർക്കൊരു അസുഖം ഉണ്ടാകില്ല. പെട്ടെന്ന് ദഹനം കിട്ടുന്ന സാധനമാണത്. എത്ര ദഹിക്കാത്ത ആൾക്കാർക്കും ഉണ്ണിപ്പിണ്ടി നല്ലതാണ്. എളുപ്പം കഴിഞ്ഞു. ഇനി ഇത് നീര് വരുമ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് വലിഞ്ഞോട്ടെ വെള്ളം. അടച്ചു വയ്ക്കൊന്നും വേണ്ട. ഈ കൽപ്പുറത്ത് ഇരുന്നിട്ട് തന്നെ ആവും. ഇനി തീയൊന്നും കത്തിക്കണ്ട. ഈ തോരൻ മാത്രം ഇത് മാത്രം മതി. നമുക്ക് എത്ര ചോറ് വേണമെങ്കിൽ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. കൂട്ടാൻ്റെ ആവശ്യമൊന്നുമില്ല. എന്താ വെച്ചാൽ ഇതിൽ ജലാംശം ഉണ്ടാകാറുണ്ട്. നമുക്ക് കൂട്ടാൻ്റെ പകരം കൂടി ഇതാവാം. അതിന് കുഴപ്പമില്ല. പിന്നെ വല്ല ഉപ്പിലിട്ടതോ മോരോ എന്തെങ്കിലും കൂട്ടിയിട്ട് നമുക്ക് ഊണ് കഴിക്കാം. കൂട്ടാനില്ലെങ്കിലും പ്രശ്നമില്ല. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമസ്കാരം.